Hey guys, welcome back to my channel. അപ്പോൾ ഗൈസ് നമ്മളോട് നമ്മുടെ ഫേവറേറ്റ് ഫുഡ് ഏതാണെന്ന് ചോദിച്ചു. നമ്മുടെ പലരുടെ ആൻസർ നമ്മുടെ അമ്മ ഉണ്ടാക്കുന്ന ഫുഡ് ആയിരിക്കും അല്ലേ. അപ്പോൾ എനിക്കും എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ഫുഡാണ് ഇഷ്ടം. അപ്പം ഞാൻ വിചാരിച്ചു അമ്മയുടെ കുറച്ച് ടിപ്സ് ഉണ്ട്, പാചകം ടിപ്സ്, അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അമ്മയുടെ കുറച്ച് പാചകത്തിലെ ടിപ്സ് ആണ്. നമ്മുടെ പാചകത്തിൽ ഒരുപാട് ടിപ്സ് നമുക്ക് ഉപയോഗിക്കാം പല രീതിയിൽ. നമ്മളുടെ ഓരോരുത്തരുടെയും ഓരോ രീതിയിലാണ് ഓരോ കാര്യങ്ങളും നമ്മൾ പാചകിക്കുന്നത്. എൻ്റെ ചില പാചക രീതികളുണ്ട്, അതിൽ കുറച്ച് ടിപ്സ് ഉണ്ട്. അപ്പം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. നമ്മൾ പാചകം ചെയ്യുമ്പം കുറച്ച് ടിപ്സൊക്കെ മനസ്സിലാക്കി വെക്കുന്നത് നല്ല കേട്ടോ. അപ്പം ഇന്ന് അമ്മ എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ കുറച്ച് ടിപ്സ് പറഞ്ഞു തന്നു, അതായത് പാചകം ടിപ്സ്. അപ്പോൾ അതാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞുതരാൻ പോകുന്നത് ഈ വീഡിയോയിൽ. അപ്പോൾ നിങ്ങളിപ്പം പഠിക്കുന്ന സ്റ്റുഡൻറ്റിനെ പോലെ സ്റ്റുഡൻസ് ആണെങ്കിലോ അല്ലെങ്കിൽ ഹോസ്റ്റലിൽ നിൽക്കുന്നവരാണേലോ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് താമസിക്കുന്നവരായാലോ നിങ്ങൾ അല്ലെങ്കിൽ പുതുതായിട്ട് കുക്കിംഗ് ബിഗിനേഴ്സ് ആണെങ്കിലോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പല ഡൗട്ടുകളും കാണുമല്ലേ പലതിനെ കുറിച്ചും. അപ്പോൾ അതെല്ലാം മാറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് പുതിയ കുറച്ച് ടിപ്സ്, കുക്കിംഗ് എളുപ്പമാക്കാൻ പറ്റിയ കുറച്ച് ടിപ്സാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പം നമ്മുടെ ടിപ്പ് നമ്പർ 1 എന്ന് പറയുന്നത്, നമ്മൾ പല ടൈപ്പ് മീറ്റ് ഇല്ലേ, ഇപ്പോൾ ചിക്കൻ ആയാലും ബീഫായാലും അങ്ങനെ ഏത് ഇറച്ചി ആയാലും നമ്മൾ അത് വരറ്റാൻ നേരം, കുക്ക് ചെയ്യാൻ വേണ്ടി വരറ്റാൻ നേരം അതിൻ്റെ കൂടെ ഉപ്പ്, മഞ്ഞപ്പൊടി, ഇഞ്ചി, വെളുത്തുള്ളി ഇത്രയും ആദ്യം തന്നെ വരറ്റാൻ നേരം ഉള്ളിയുടെ കൂടെ ഇട്ടാൽ നമുക്ക് ആ ഉള്ളി പെട്ടെന്ന് വരറ്റി കിട്ടും. ഓക്കെ, അപ്പം ഇത് നല്ല ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഇതല്ലേ. ഇനി നിങ്ങൾ അടുത്ത പ്രാവശ്യം ചിക്കൻ കറി വയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ ബീഫ് കറി വയ്ക്കുമ്പോഴോ ഇങ്ങനെയൊന്നും ചെയ്ത് നോക്ക്. ഓക്കെ, അടുത്ത ടിപ്പ് നമ്പർ 2. അപ്പോൾ നമ്മുടെ അടുത്ത ടിപ്പ് എന്താണെന്ന് പറയുന്നത്, എനിക്ക് അമ്മ ഉണ്ടാക്കുന്നതിൽ ഒത്തിരി ഇഷ്ടമുള്ള ഡിഷസിൽ ഒന്നാണ്, അതായത് ഫിഷ് ഫ്രൈ. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യാൻ പോകുന്ന ഫിഷിൽ പെപ്പർ ഒഴിച്ച് ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും തേച്ച് വെച്ചതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്യുന്നതിന് തൊട്ട് മുൻപ് മാത്രം കുരുമുളക് തേച്ചിട്ട് അത് ഫ്രൈ ചെയ്യുക. അപ്പം ഫിഷ് ഫ്രൈയുടെ ടേസ്റ്റ് കൂടും, സൂപ്പറായിട്ട് കിട്ടും. അപ്പോൾ അടുത്ത നമ്മുടെ ടിപ്പ് നമ്പർ 3. അപ്പോൾ ഈ കൊളസ്ട്രോൾ ഉള്ളവർക്ക് തേങ്ങ ഒരുപാട് ഉപയോഗിച്ചിടാലോ. അപ്പോൾ അത്തരക്കാർക്ക് വേണ്ടിയുള്ള ഒരു ടിപ്പാണ് ഇത്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ തേങ്ങ എടുത്തിട്ട്, ആവശ്യമുള്ള തേങ്ങ എടുത്തിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ച് അല്ലെങ്കിൽ തേങ്ങാപ്പാൽ മാറ്റിയതിന് ശേഷം മാത്രം ആ ബാക്കി തേങ്ങ വെച്ച് കറി ഉണ്ടാക്കുക. അപ്പോൾ നമുക്ക് ഇനി കൊളസ്ട്രോളിനെ പറ്റി പേടിക്കേണ്ട ആവശ്യമില്ല. അടുത്ത ടിപ്പ് നമ്പർ 4. അപ്പോൾ നമ്മൾ മീൻ ഫ്രൈയെ പറ്റി പറഞ്ഞു. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് മീൻ കറിയെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ മീൻ കറി വെക്കും, അത് തിളച്ച ശേഷം ഒരു 20 മിനിറ്റും കൂടെ ലോ ഫ്ലെയിമിൽ അത് വേവിക്കുന്നത് ആ കറിയുടെ സ്വാദ് കൂട്ടും. അപ്പോൾ നമ്മൾ 5ാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ അരി കുതിർക്കാൻ വെക്കുമ്പോൾ അത് പെട്ടെന്ന് നമുക്ക് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ചൂട് വെള്ളത്തിൽ നമുക്ക് അത് സോക്ക് ചെയ്ത് വെച്ച് നമുക്ക് പെട്ടെന്ന് അത് കുതിർന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ടിപ്സ് ഇത്രയേ ഉള്ളൂ. അപ്പം ഇതിൽ പലതും നിങ്ങൾ പലർക്കും അറിയാവുന്നതായിരിക്കും, എങ്കിലും എന്നെ പോലെ അറിയാത്തവർക്ക് പുതിയ അറിവായിരിക്കും. പിന്നെ അമ്മയ്ക്ക് ഇതുപോലെ കുറേ ടിപ്സ് അറിയാം. അപ്പം അതിലാകെ 5 നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളൂ. ഇനിയും ഒരുപാട് ടിപ്സ് ഉണ്ട് പറഞ്ഞു തരാൻ. അപ്പം അതെല്ലാം നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ ചോദിച്ചാൽ ഞങ്ങൾ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്കും ഇതുപോലെയുള്ള ടിപ്സ് അറിയാമെങ്കിൽ കമന്റ് സെക്ഷനിൽ ഷെയർ ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതുപോലെയുള്ള പുതിയ വീഡിയോസ് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബൈ.